ഭക്തിയാ പ്രവർത്തിച്ചു കൃത്യം പിഴയാതെ നിർമ്മലനാകും കുചേലന് മാനസേ വന്നിരിക്കുന്നു വിഹവരം വൈരാഗ്യം. ഇങ്ങനെയുള്ളവർ നിത്യകർമ്മങ്ങളും മംഗളഭക്തിയാവരങ്കൽ സമർപ്പിച്ചു ചെയ്തു പോരുന്നതാൽ അങ്ങവൻ ഭാര്യയും ചേതസിവാരം ദരിദ്രത വായിക്കേ. മമ കാന്ത നിർമ്മലാം എന്റെ വാക്കുകൾ കേൾക്കണം. വിത്തവും ധാന്യവും ബന്ധുക്കളും ബഹുവിത്തമാരായി നമുക്കില്ല ഒരുത്തരും. ആകയാൽ പുത്രനാശനമില്ല. ആകയാൽ ഞാനിൽ തപിച്ചു മഹാമതേ. കൈകാലുടലും തളർന്നിവേറ്റവും കൈകൊണ്ടു നിൽപ്പാൻ അരുതെനിക്കെട്ടുവേ. പാരം വിശന്നു കരയും കിടാവിന്റെ പാരവശ്യം കണ്ടുരുന്നു മാനസം. പാരം വിശന്നു കരയും കിടാവിന്റെ പാരവശ്യം കണ്ടുരുന്നു മാനസം. നല്ല വസന കനകാഭരണങ്ങൾ എല്ലാമേ കാണിക്കുമല്ലോ തരുണിമാ. എനിക്കാഗ്രഹം അന്നം ഒരിക്കൽ ഒരു ദിനമാം മതി. തൊൽകൃപയുണ്ടെങ്കിൽ ഒക്കെയും സാധിക്കും. ഉൾക്കാമ്പിലോർത്താൽ അതിനില്ല സംശയവും. ദുഷ്ടവിനാശനം നിത്യഫലപ്രദൻ നിഷ്ടപാദീശം ഭജനീയ കാമതൻ ചന്ദാമരാക്ഷൻ അസുരാരിതാപക. ചിന്തിക്ക സബ്രഹ്മചാരി ലക്ഷ്മീപതി പുഷ്ടകീർത്തിയായ നിജദ്വാരകാനന്ദിരേ. ദുഷ്ടവിനാശനം വാഴുന്നതില്ലയോ സന്തതവും തന്നുടെ ഭക്തജനത്തിനു ചിന്തിക്കില്ല. ആത്മാവ് പോലും കൊടുത്തിടും ചെന്താമരാക്ഷന്റെ പാദസരോജത്തെ സന്തതം ചിന്തിച്ചു ആകും ഭവാനിഹ. ചിന്തിക്കില്ലിഷ്ടസകൻ അത് മാധവൻ അന്തമേന്ദ്രൻ ഭവാനന്ദ സാധു. ഇന്ന് ഭവാൻ ചെന്ന് മാധവം കാണുകിൽ ഇന്ന് നമുക്ക് ദാരിദ്ര്യവും തീർന്നിടും. ഏവം ഗൃഹിണിതൻ വാക്കുകേട്ട നേരം ദൈവഗതിയോർത്തു ചൊല്ലിനാൻ വിപ്രനും. വിപ്രകുലോത്തമേ നീ ചൊന്ന വാക്കുകൾ സുപ്രിയം ഒക്കെയും യോഗ്യം അത് ദൃഢം. അർത്ഥത്തിൽ ആഗ്രഹമില്ല എനിക്ക്, എങ്കിലും വ്യർത്ഥമാക്കിയിടാതെ നിന്നുടെ വാക്കിനു വേണ്ടി ഞാൻ നാളീകലോചനം അന്തികേരണ്ടില്ല പോയി വീണ്ടും വന്നിടുവൻ.
ഇകപാരം സുഹൃത്ത അഖില ജഗൽപതി നാരായണൻ ചെന്നു കാണുന്ന നേരത്ത് വല്ലതെങ്ങാനും പുര ബന്ധുമാശല്യം ഉല്ലസിപ്പാൻ ഒന്ന് കാഴ്ചവെക്കുകയുണ്ടയോ? ആയതിന് ഇന്നു നീ പ്രാകൃതം നൽകി, ആയത് കൊണ്ട് ഞാൻ കല്യാണി പോകുമല്ലോ. യുദ്ധം രമണന്റെ വാക്കുകേട്ട നേരം സത്വരം 4 ഗൃഹേ ചെന്നു യാചിച്ചു ഭക്തിയും. അപ്പോഴേ 4 ഗൃഹസ്ഥരും ഭക്തിക്ക് 4 പിടി നല്ല മീൻ നൽകിന. അപ്പോൾ അതുമൊരു ഭിന്ന വസനത്തിൽ ഉൽപ്പലാക്ഷി പത്നി കെട്ടിക്കിഴിയാക്കി ചിത്രമാതീന മുകുന്ദനു നൽകുവാൻ ഭർത്താവ് തന്നുടെ കയ്യിൽ നൽകിയിരുന്നാൽ സത്വരം ആയതും കൈക്കൊണ്ടു വിപ്രനു ചിത്രമോ പോകും വിധം ചിരിച്ച